ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇൻസ്പയർ ടെക്നിക്കൽ PSCയുടെ പുതിയൊരു വീഡിയോ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ഒരു ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് ചില കൺവെൻഷൻസ്, ട്രീറ്റുകൾ, അങ്ങനെയുള്ള ചില ചെറിയ ടോപ്പിക്കുകളാണ് ഈ സെക്ഷനിലെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു സിലബസ് വൈസ് ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ് ആദ്യത്തെ ടോപ്പിക്ക്. അതിൽ പറയുന്നത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ISO 14001 കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഈ ISO 14001? അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ ISO 14000 എന്ന് പറയുന്നത് തന്നെ ISO 14000 എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. എന്തിനെ കുറിച്ചുള്ള? എൻവയോൺമെന്റൽ മാനേജ്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ISO 14000 എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് ISO 14001 എന്നുള്ളത്. ഏറ്റവും പുതിയ റിവിഷൻ 2015 ആണ്. സോ ISO 14001 2015. So it is an international standard that specifies the requirement for an effective environmental management system. അതായത് ഓർഗനൈസേഷൻസ്, അതുപോലെ ലോകത്തെമ്പാടുമുള്ള ഗവൺമെന്റ്സ് ആവട്ടെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആവട്ടെ, കോർപ്പറേറ്റ്സ് ആവട്ടെ, എല്ലാവർക്കുമുള്ള ഒരു എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് വേണ്ട ഒരു ഫ്രെയിം വർക്ക്, അതിന് വേണ്ട പോളിസീസ്, ഗൈഡ് ലൈൻസ്, ചില സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നതാണ് ISO 14001 എന്നുള്ളത്. So it provides the framework that an organization can follow rather than establishing environmental performance requirement. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് എങ്ങനെയൊക്കെ എൻവയോൺമെന്റൽ മാനേജ്മെന്റിന് പ്രിൻസിപ്പിൾസ്, പോളിസീസ് ഫോളോ ചെയ്യണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. So it helps organizations to improve their environmental performance through more efficient use of resources and reduction of waste, gaining a competitive advantage and trust of the stakeholders. ഇപ്പൊ ലോകത്തെമ്പാടും തന്നെ എല്ലാ കമ്പനികളും, എല്ലാ ഗവൺമെന്റുകളും ഒക്കെ ഈ പരിസ്ഥിതി സൗഹൃദത്തിന്റെ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് തന്നെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, എൻവയോൺമെന്റൽ ഒരു പരിസ്ഥിതി സൗഹൃദ നിലപാട് എടുക്കുന്നതിനോട് എപ്പോഴും ഒരു മാർക്കറ്റ് വാല്യൂ, അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ, ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു കോഡാണ് എന്ത് പറയുന്നത്, ISO 14000 എന്നുള്ളത്. അത്രയും മനസ്സിലാക്കി വെക്കുക, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അപ്പൊ ഇതാരാണ് പബ്ലിഷ് ചെയ്യുന്നത്? ISO എന്നുള്ളത് ഇപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. അപ്പോൾ ഒരു പക്ഷേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ISO ആണ്, പക്ഷെ S വരുന്ന എപ്പോഴാണ്? എസിന്റെ ഡെഫിനിഷൻ വരുന്നത് ലാസ്റ്റ് ആണ്. അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. ഒരിക്കലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ അല്ല. എസിൻ്റെത് വരുന്നത് ലാസ്റ്റ് ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. നെക്സ്റ്റ്, ആർക്കൊക്കെ ഈ ISO 14000 യൂസ് ചെയ്യാം എന്നുള്ളതാണ്. 14001 നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓർഗനൈസേഷൻസ് ദാറ്റ് വിഷസ് ടു സെറ്റ് അപ്പ്, ഇംപ്രൂവ് ഓർ മെയിൻറ്റെയിൻ ആൻ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ടു കൺഫോം വിത്ത് ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് എൻവയോൺമെന്റൽ പോളിസി ആൻഡ് റിക്വയർമെന്റ്സ്. അതുപോലെ തന്നെ ഇതെല്ലാ ഓർഗനൈസേഷൻ റിഗാർഡ്ലെസ് ഓഫ് ദ സൈസ്, വലുപ്പ ചെറുപ്പമൊന്നും ഇല്ലാതെ, ലൊക്കേഷൻ ഇല്ലാതെ, വേൾഡ് വൈഡ് യൂസ് ചെയ്യാം, സെക്ടർ ഓർ ഇൻഡസ്ട്രി വൈസ് ഒക്കെ യൂസ് ചെയ്യാം. ഇന്റർനാഷണൽ സെറ്റപ്പ് ആണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. അപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും എടുക്കാം. നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇത് ഏതാണ്? BIS എന്ന് പറയും അല്ലെ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് 1994 EMS അല്ലെങ്കിൽ എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഈ ഫസ്റ്റ് എഡിഷൻ 1994 സെക്കൻഡ് എഡിഷൻ 2004 തേർഡ് എഡിഷൻ ആണ് ഇപ്പോൾ നിലവിലുള്ളത് 2015 ആണ്. അപ്പൊ ആൾറെഡി ഈ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള ഓർഗനൈസേഷൻസിന് ഇത് ന്യൂ വേർഷനിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 year ടൈം ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 years ആണ് ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫോർ ദ ട്രാൻസിഷൻ. നെക്സ്റ്റ്, ഇതിന്റെ ഒരു ബേസിക് അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് PDCA എന്നുള്ളതാണ്. അപ്പൊ എന്താണ് PDCA? പ്ലാൻ ഡു ചെക്ക് ആക്ട്. പ്ലാൻ ഡു ചെക്ക് ആക്ട്. ഓക്കെ, അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ പ്ലാനിൽ പറയുന്നത് എസ്റ്റാബ്ലിഷ് എൻവയോൺമെന്റൽ ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോസസ് നെസറി ടു ഡെലിവർ ദ റിസൾട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓർഗനൈസേഷൻസ് എൻവയോൺമെന്റൽ പോളിസി. പ്ലാൻ ചെയ്യുക. ഡു, ഇംപ്ലിമെന്റ് ചെയ്യുക.
ചെക്ക് എന്ന് വെച്ചാൽ എന്താ, മോണിറ്റർ ആൻഡ് മെഷർ പ്രോസസ് അഗെയിൻസ്റ്റ് ദ എൻവയോൺമെന്റൽ പോളിസി ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് ക്രൈറ്റീരിയ ആൻഡ് റിപ്പോർട്ട് ദ റിസൾട്ട്. ചെക്ക് എന്താണ്, മോണിറ്റർ ചെയ്യുക, അത്രേ ഉള്ളൂ. ആക്ട് എന്ന് പറയുന്നത് എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നുള്ളത്, ടേക്ക് ആക്ഷൻസ് ടു കണ്ടിന്യൂലി ഇംപ്രൂവ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കുക. അപ്പൊ PDCA അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ആണ് പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഇതാണ് IS 14001ന്റെ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഫ്രെയിം വർക്ക്. അപ്പൊ ഫ്രെയിം വർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഇത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പ്ലാനിങ്, സപ്പോർട്ട്, ഓപ്പറേഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ, ഇംപ്രൂവ്മെന്റ്, കണ്ടെക്സ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇത്രയാണ് ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് വരുന്നത്. നെക്സ്റ്റ്, ഈ ISO 14000 എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫാമിലിയോ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഫാമിലി ഓഫ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ക്യാൻ ബി ഫോളോഡ് എന്നുള്ളതാണ് ഫോർ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ അതിൽ വരുന്ന മറ്റു കുറെ കോഡുകളുണ്ട്. അപ്പൊ 14001 ആണ് നമുക്ക് ഏറ്റവും റെലവെന്റ് ആയത്. 14004 ഉണ്ട്, അത് പറയുന്നത് ജനറൽ ഗൈഡ് ലൈൻസ് ഓൺ ഇംപ്ലിമെന്റേഷൻ ആണ്. 14006 ഉണ്ട്, ഗൈഡ് ലൈൻസ് ഫോർ ഇൻകോർപ്പറേറ്റിംഗ് എക്കോ ഡിസൈൻ. അതുപോലെ 14015 ഉണ്ട്, 14015, അത് പറയുന്നത് എൻവയോൺമെന്റൽ അസസ്മെന്റ് ഓഫ് സൈറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ ആണ്, EASO എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഇത് കിട്ടും. ഇപ്പൊ 14004, 6, 15 ആണ് നമ്മൾ പറഞ്ഞുള്ളത്. വേറെയും ചില റിവിഷൻസ് ഉണ്ട്, കൂടുതൽ പോയിന്റ്സ് വേണം എന്നുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ 14001 2015 വന്നിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലൊരു ഹൈ ലെവൽ സ്ട്രക്ചർ, അതായത് ജനറൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടി ഒരു ഹൈ ലെവൽ സ്ട്രക്ചറിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു മെയിൻ, ഈ റിവിഷന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. സിമിലർ ടു ദാറ്റ് ഫോളോഡ് ഇൻ ISO 9001. അപ്പൊ ISO 9001 എന്തായിരുന്നു? ഇറ്റ്സ് എ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. നമ്മൾ പ്രോഡക്ട്സുകളിലൊക്കെ, നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റുകളിലൊക്കെ ISO 9001 സർട്ടിഫൈഡ് നമ്മൾ എഴുതി കാണാറുണ്ട്. അപ്പൊ ISO 9001 സ്പെസിഫൈ ചെയ്യുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ്. സോ ISO 14001 കുറിച്ചാണ് പറഞ്ഞത് ഫോർ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ക്യോട്ടോ പ്രോട്ടോകോൾ, ജപ്പാനിലെ ഒരു പ്ലേസ് ആണ് ക്യോട്ടോ എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്ത് പാരിസ്ഥിതിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി, ഗ്ലോബൽ വാർമിങ്, ഗ്രീൻ ഹൗസ്, അതുപോലെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളും അതുപോലെ UN, യുണൈറ്റഡ് നാഷൻസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് കൺവെൻഷൻസ്, അതുപോലെ ഒരുപാട് ട്രീറ്റികൾ, ഇതൊക്കെ നടക്കാറുണ്ട്. എന്താണ് ട്രീറ്റി എന്ന് പറയുന്നത്? ഉടമ്പടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ? അപ്പോൾ ചില കൺവെൻഷൻസ് ആവും. ഇപ്പൊ ജനീവ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ കോപ്പൻഹാഗൻ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അതുപോലെ നടന്നിട്ടുള്ള ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, എൻവയോൺമെന്റൽ മാനേജിന് വേണ്ടി, ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി, ഗ്ലോബൽ വാർമിംഗ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ നടന്നിട്ടുള്ള ചില കൺവെൻഷൻസ് ആണ് നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് എമിഷൻ ചെയ്തിട്ട് ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നു. അപ്പൊ ഗ്ലോബൽ വാർമിങ്ങിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ച് UN-ന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രോഗ്രാമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നാഷൻസിന്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ള യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCയുടെ നേതൃത്വത്തിലാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ സൈൻ ചെയ്തിട്ടുള്ളത്. ക്യോട്ടോ എന്ന് പറയുന്നത് ജപ്പാനിലാണ്. പ്രോഗ്രാം നടന്ന ഡേറ്റ് അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുള്ളത് 11th December 1997. കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, നിലവിൽ വന്നത്, പ്രാക്ടീസിൽ വന്നത് 16th February 2005 മുതലാണ്. അതുപോലെ നമ്പർ ഓഫ് സിഗ്നേറ്ററീസ് എന്ന് പറയുന്നത് 84, നമ്പർ ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത് 192. നമ്പർ ഓഫ് പാർട്ടീസ് എന്ന് ഉദ്ദേശിച്ചത് രാജ്യങ്ങളുടെ നമ്പറാണ്. അന്നത്തെ UN-ലെ ഇതിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ നമ്പർ ആയിരിക്കും. നമ്പർ ഓഫ് പാർട്ടീസ് 192. സോ ക്യോട്ടോ പ്രോട്ടോകോളില് പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ കുറയ്ക്കണം. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷന്റെ ടാർഗറ്റ് കുറച്ച് വന്ന് ഗ്രാജുവലായി കുറച്ച് വന്ന് തീരെ ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നു. അപ്പൊ 7 ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ്, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, അതുപോലെ നൈട്രജൻ ട്രൈഫ്ലൂറൈഡ്. സോ ദീസ് 7 ഗ്രീൻ ഹൗസ് ഗ്യാസസ് വെർ ലിസ്റ്റഡ് ഇൻ ക്യോട്ടോ പ്രോട്ടോകോൾ. അതുപോലെ തന്നെ
ഒരു രാജ്യത്തിന് മാക്സിമം എമിറ്റ് ചെയ്യാൻ കഴിയുന്ന, അതായത് ഒരു കമ്മിറ്റ്മെന്റ് പീരീഡിൽ, ഇപ്പൊ നമ്മൾ 2005 മുതൽ ഇത് എക്സിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് പീരീഡ് ഒരു 2020 വരെ ഒരു രാജ്യം, സപ്പോസ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എമിറ്റ് ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം ടാർഗറ്റ് ഇത്രയേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കുറച്ച് കൊണ്ടുവരണം, ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പാർട്ടീസ് അസൈൻഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ക്യോട്ടോ പ്രോട്ടോകോളിന് 2012 ഒരു അമെൻമെന്റ് വരുത്തിയിരുന്നു. അത് ദോഹയിൽ വെച്ചിട്ടാണ്. അതിനെ ദോഹ അമെൻമെന്റ് ടു ദ ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് മെയ്ഡ് ഓൺ 8th December 2012 ആൻഡ് ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഫോർ എ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ്. അതായത് ഇനീഷ്യൽ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിനെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. അത് 2013 മുതൽ 2020 വരെയാണ്. അപ്പോൾ മെയിൻ ആയിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ, ഗ്ലോബൽ വാർമിംഗ്, ജപ്പാൻ സൈൻ ചെയ്ത ഇയർ, അതുപോലെ എക്സിസ്റ്റൻസിൽ വന്ന ഇയർ, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഒരു ട്രീറ്റിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോളിൽ എന്തായിരുന്നു? ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റി, ഈ ഉടമ്പടി കരാറ് കൊണ്ടുവന്നിട്ടുള്ളത്. മോൺട്രിയൽ എന്ന് പറയുന്നത് കാനഡയിലാണ്. അതുപോലെ സൈൻ ചെയ്ത ഡേറ്റ് 16th September 1987, came into existence on 1st January 1989. നമ്പർ ഓഫ് സിഗ്നേറ്ററീസ് 46 ആണ്. ഓക്കെ, അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷന് കോസ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്ത്, റെഗുലേറ്റ് ചെയ്ത്, കൺട്രോൾ ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തിട്ടുള്ളത്. So it regulates the production and consumption of nearly 100 man-made chemicals referred to as ozone depleting substances, that is ODS. Ozone depletion കാരണമാകുന്ന substances, മെയിൻ ആയിട്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFCs എന്ന് നമ്മൾ പറയും. അതിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഈ ഗ്യാസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ലെയർ, സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ, അത് എർത്തിന്റെ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എന്നാണ് പറയുന്നത് ഓസോൺ ലെയറിനെ. ആ ഓസോൺ ലെയറിൽ ഹോൾസ് വരും, ഓട്ടകൾ വന്നിട്ട് പിന്നെ അൾട്രാ വയലറ്റ് റേസ് ഒക്കെ ഭൂമിയിലേക്ക് എത്തും. അങ്ങനെയാണ് നമുക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണം ഭൂമിക്ക് അപകടം ഉണ്ടാവുന്നത്. അപ്പൊ ഈ പ്രോട്ടോകോളിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. അതായത് പ്രോട്ടോകോളിൽ പറയുന്നത് കൺട്രോൾ മെഷേഴ്സ് ആർട്ടിക്കിൾ 2 പറയുന്നത്, കാൽക്കുലേഷൻ ഓഫ് കൺട്രോൾ ലെവൽസ് ആർട്ടിക്കിൾ 3, കൺട്രോൾ ഓഫ് ട്രേഡ് വിത്ത് നോൺ പാർട്ടീസ് ആർട്ടിക്കിൾ 4, സ്പെഷ്യൽ സിറ്റുവേഷൻ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർട്ടിക്കിൾ 5, റിപ്പോർട്ടിംഗ് ഓഫ് ഡാറ്റ ഇൻ ആർട്ടിക്കിൾ 7, നോൺ കംപ്ലയൻസ് ഇൻ ആർട്ടിക്കിൾ 8, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇൻ ആർട്ടിക്കിൾ 10. പിന്നെ അതിനോടൊപ്പം വേറെ ആസ് വെൽ ആസ് അതർ ടോപ്പിക്സ്. സോ മോൺട്രിയൽ പ്രോട്ടോകോൾ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, കാനഡ, ഇയർ സൈൻ ചെയ്തിട്ടുള്ള ഇയർ, അതും നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൾട്ടിലാറ്ററൽ ഫണ്ട് ഏജൻസിയെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൾട്ടിലാറ്ററൽ ഫണ്ടിന്റെ ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 4 ഏജൻസികളാണ്. UN എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP, UN ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP, UN ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ UNIDO, അതുപോലെ ആൻഡ് ദ വേൾഡ് ബാങ്ക്. ഓക്കെ, ദ കിഗാലി അമെൻഡ്മെന്റ് എന്ന് പറയും. അപ്പൊ കിഗാലി അമെൻഡ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നത്, അത് കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കിഗാലി അമെൻഡ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കിഗാലി എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയുടെ ക്യാപിറ്റൽ ആണ്, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് റുവാണ്ട. ഇത് സൈൻ ചെയ്തിരിക്കുന്നത് 15th October 2006, കെയിം ഇൻ ടു എഫക്ട് ഫ്രം 1st January 2019. 197 രാജ്യങ്ങൾ, 197 കൺട്രീസ് ആണ് കിഗാലി അമെൻഡ്മെന്റിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോ എന്തുകൊണ്ട് കിഗാലി അമെൻഡ്മെന്റ് വന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. കിഗാലി അമെൻഡ്മെന്റ് ആക്ച്വലി ഇറ്റ്സ് ബേസിക്കലി ആൻ അമെൻഡ്മെന്റ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോളിന് ഒരു അമെൻഡ്മെന്റ് ആയിട്ട് പറയാം. അതായത് മോൺട്രിയൽ പ്രോട്ടോകോളിൽ പറഞ്ഞിരുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ കാരണം ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആവുന്നു, അതുകൊണ്ട് നമുക്ക് അതിന്റെ എമിഷനും അതിന്റെ പ്രൊഡക്ഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യണം, എന്നിട്ട് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോളിൽ എല്ലാത്തിനെയും ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ HFC വെച്ച് റീപ്ലേസ് ചെയ്തു. പക്ഷെ അപ്പൊ ഈ HFC എന്താണെന്ന് അറിയാം, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ഒരിക്കലും ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യില്ല, അതിന് നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്നു, അങ്ങനെ വലിയൊരു മറ്റൊരു ത്രെട്ടിന് കാരണമാകുന്നു. ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു റീസൺ ആയിട്ട് ഇത് മാറുകയാണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്. നമ്മുടെ റെഫ്രിജറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ CFCയും ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഒക്കെ വരുന്നത്.
അപ്പോൾ കിഗാലി അമെൻമെന്റിലൂടെ എന്താണ് ചെയ്തത്? ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസിനെയും എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനും കൺസപ്ഷനും കൂടെ കുറച്ച് വരണം എന്നാണ് കിഗാലി അമെൻമെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഗോൾ എന്ന് പറയുന്നത് ടു മേക്ക് 80% ഓഫ് റിഡക്ഷൻ ഇൻ HFC ബൈ 2047. 2047 ആവുമ്പോഴേക്ക് 80% ലോകത്തിലെ HFC പ്രൊഡക്ഷനും എലിമിനേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ ഓരോ ഡെവലപ്ഡ് കൺട്രീസിന്റെ ടാർഗറ്റ് 2019 കൺസപ്ഷൻ 2019 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡെവലപ്പിംഗ് കൺട്രീസ് 2024 മുതൽ HFCs പ്രൊഡക്ഷൻ ഫ്രീസ് ചെയ്യണം. അതുപോലെ ചില ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഇപ്പൊ ഇന്ത്യയൊക്കെ 2028 മുതൽ HFCs ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് പ്രൊഡ്യൂസ് ചെയ്യാനോ അതോ കൺസ്യൂം ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് ദ കിഗാലി അമെൻമെന്റ് പ്രകാരം പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് ദ കിഗാലി അമെൻമെന്റ്, അതുപോലെ മോൺട്രിയൽ പ്രോട്ടോകോൾ, അതുപോലെ ക്യോട്ടോ പ്രോട്ടോകോൾ. ഇനിയും ഒരുപാട് ഇതുപോലെ ട്രീറ്റീസ്, അതുപോലെ കൺവെൻഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് UN-ന്റെ നേതൃത്വത്തിലൊക്കെ ആയിട്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരെണ്ണം ദ പാരീസ് എഗ്രിമെന്റ് ആണ്. The Paris Agreement, often referred to as the Paris Accords or the Paris Climate Accords, is an international treaty on climate change adopted in 2015. 2015 കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു രീതികളൊക്കെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ദ പാരീസ് എഗ്രിമെന്റ്. സോ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, അതുപോലെ അഡാപ്റ്റേഷൻ, ഫിനാൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് പാരീസ് എഗ്രിമെന്റിൽ നോട്ട് ചെയ്യുന്നത്. 12th December 2015 ആണ് സൈൻ ചെയ്തത്. കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 4th November 2016. ഇനി വേറെ ചില കുറച്ച് പോയിന്റ്സ് ആണ്. വേൾഡ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 16th September ആണ്. നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വേൾഡ് ഓസോൺ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 16th September. വേൾഡ് ഓസോൺ ഡേയുടെ ജനറൽ സ്ലോഗൻ ആയിട്ട് പറയുന്നത് ഓസോൺ ഫോർ ലൈഫ് എന്നുള്ളതാണ്. കാരണം ഓസോൺ എർത്തിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആണ്. സോ ഓസോൺ ഫോർ ലൈഫ് ഈസ് ദ സ്ലോഗൻ. കഴിഞ്ഞ വർഷത്തെ 2021 തീം എന്ന് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻസ് കൂൾ എന്നുള്ളതാണ്. ദ തീം ഫോർ 2021 ഈസ് മോൺട്രിയൽ പ്രോട്ടോകോൾ കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻസ് കൂൾ എന്നുള്ളതാണ്. സോ ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇന്റർനാഷണൽ സമ്മിറ്റ്സ് UN-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ, സഖ്യകക്ഷികൾ അങ്ങനെയുള്ള നേതൃത്വത്തിലൊക്കെ നടന്നിട്ടുണ്ട്. സോ സം ഓഫ് ദി ഇന്റർനാഷണൽ സമ്മിറ്റ്സ് ഓൺ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഒന്ന് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയും. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് UNCED 1992 റിയോ കോൺഫറൻസ്, ബ്രസീലിലെ റിയോ ഡി ജനറോയിലെ, അല്ലെങ്കിൽ അതിനെ എർത്ത് സമ്മിറ്റ് എന്നും വിളിക്കാം. UN ജനറൽ അസംബ്ലി സ്പെഷ്യൽ സെഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ന്യൂയോർക്ക് 1997, അത് എർത്ത് സമ്മിറ്റ് 2 സെക്കൻഡ് എന്നാണ് പറയുന്നത്. ദെൻ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് WSSD 2002 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയും കുറച്ച് ഫേമസ് ആയിട്ടുള്ള കൺവെൻഷൻസ്, അത് നടന്നിട്ടുള്ള പ്ലേസ്, അതുപോലെ അതിന്റെ അഡോപ്റ്റഡ് ഇയർ, എക്സിസ്റ്റന്റ് ഇയർ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. റാംസാർ കൺവെൻഷൻ ഇറാനിൽ 1971 അഡോപ്റ്റ് ചെയ്തു, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 1975. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിന്റെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവ 2001 സൈൻ ചെയ്തു, 2004 മുതൽ പ്രാക്ടീസ്. അതുപോലെ സൈറ്റ്സ് എന്ന് പറയുന്നത് CITES, ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഇൻ വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ 1963 സൈൻ ചെയ്തു, 1975 എക്സിസ്റ്റൻസിൽ വന്നു. ബോൺ കൺവെൻഷൻ കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസ് 1992, അതുപോലെ 1993. ദെൻ വിയന്ന കൺവെൻഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയറിന് വേണ്ടിയിട്ട് വിയന്നയിലാണ് സൈൻ ചെയ്തത് 1985, എക്സിസ്റ്റൻസ് ഇൻ 1988. Next one, Rio Summit for UN Conference on Environment and Development, Rio de Janeiro in Brazil 1992 ലാണത് നടന്നത്. UNCCD, United Nations Convention to Combat Desertification 1994 സൈൻ ചെയ്തു, 1996 എക്സിസ്റ്റൻസ്. ബേസൽ കൺവെൻഷൻ കൺട്രോൾ ഓഫ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ്സ് ഓഫ് ഹസാർഡസ് വെയ്റ്റ്സ് ആൻഡ് ഡിസ്പോസൽ, ബേസൽ ഇൻ സ്വിറ്റ്സർലാൻഡ് 1989-1992.
Cartagena Protocol, Biosafety to the Convention of Biological Diversity, Cartagena in Colombia, 2000-2003. Then UN-RED, United Nations Program on Reducing Emissions from Deforestation and Forest Degradation. അത് നടന്ന വർഷം 2008-ലാണ്. Then Nagoya Protocol, the Convention on Biological Diversity, Nagoya in Japan, 2010-2014. COP എന്ന് പറയുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നുള്ളതാണ്. ഓക്കെ, UN-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന, അപ്പോൾ മേജർ ആയിട്ടുള്ള ഇതിനു വേണ്ടി ഡിസിഷൻ എടുക്കുന്ന ആളുകളുടെ ഒരു കോൺഫറൻസ്, അത് തന്നെയാണ് COP എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. അപ്പൊ COP 24 നടന്നിട്ടുള്ളത് 2018-ലാണ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് വിളിക്കും. നെക്സ്റ്റ് വൺ, മിനാമാട്ട കൺവെൻഷൻ ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് ഫ്രം ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് മെർക്കുറി. മിനാമാട്ട, ജപ്പാനിലെ മിനാമാട്ട എന്ന പ്ലേസിൽ 2013 സൈൻ ചെയ്തു. 2017 മുതൽ എക്സിസ്റ്റൻസ്. ദെൻ റോട്ടർഡാം കൺവെൻഷൻ for the prior informed consent procedure for certain hazardous chemicals and pesticides in international trade, Rotterdam in Netherlands, 1998-2004.